ഇതാണ് കൊച്ചി. 14-ാം നൂറ്റാണ്ടിൽ പഴയ മുസിരിസ് തുറമുഖത്തെ കടലെടുത്തതിന് പകരമായി കേരളത്തിന് കിട്ടിയ തുറമുഖ നഗരം. കൊച്ചിയെക്കുറിച്ച് ലോകത്തോട് ആദ്യമായി പറഞ്ഞത് 1399 ഇവിടെ എത്തിയ ചൈനീസ് സഞ്ചാരിയായ മാഹുവാനാണ്. തുറമുഖത്തിൻ്റെ ആവിർഭാവത്തോടെ കച്ചവടക്കാർ വന്നു, സഞ്ചാരികൾ വന്നു. അങ്ങനെ കൊച്ചി വിവിധ ദേശക്കാരുടെ, ഭാഷക്കാരുടെ ഒരു സംഗമ കേന്ദ്രമായി മാറി. സി അച്യുതമേനോൻ്റെ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിൽ പറയുന്നത് ഒരു കാലത്ത് മട്ടാഞ്ചേരി രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു എന്നാണ്. BC 302 ഗ്രീക്ക് ചിന്തകനായിരുന്ന മെഗസ്തനീസ് എഴുതിയ ഇന്ത്യാ വിവരണത്തിൽ തൃപ്പൂണിത്തുറ ദക്ഷിണേന്ത്യയിലെ തുറമുഖമായിരുന്നു എന്നും പറയുന്നുണ്ട്. പല ദേശസമൂഹങ്ങളും മതങ്ങളും സംസ്കാരങ്ങളും വാണിയത്തോടൊപ്പം കെട്ടുപിണയുന്ന ഒരു നഗരമായി കൊച്ചി വളർന്നു. കാലവർഷക്കാറ്റിനൊപ്പം കൊച്ചിയിലേക്ക് വിവിധ ദേശങ്ങളിൽ നിന്നും കലാകാരന്മാർ ഒഴുകിയെത്തി. അലഞ്ഞു തിരിയുന്നവരായിരുന്നു സംഗീതജ്ഞർ. പായ്ക്കപ്പലുകളിലും പത്തേമാരികളിലുമായി അവർ വന്നു. നൂറ്റാണ്ടുകളിലൂടെ കൈമാറി വന്ന സംഗീത പാരമ്പര്യത്തിൻ്റെ അലയടികൾ കൊച്ചിയുടെ ഗലികളിലും തെരുവുകളിലും ഇപ്പോഴും ഉയരുന്നുണ്ട്. ഗസൽ ഗായകർ ഉമ്പായി, മജീദ്, ഫിഷിംഗ് ഹാർബർ തൊഴിലാളി കിഷോർ അബു, ഓട്ടോറിക്ഷ ഓടിക്കുന്ന അൻവർ, ബാർബർ ഷോപ്പ് നടത്തുന്ന ആസാദ്, ചുമട്ടുതൊഴിലാളി റിജാദ്, ബോട്ട് ഓടിക്കുന്ന സൈനുദ്ദീൻ, ചലച്ചിത്ര പിന്നണി ഗായകർ ജൂനിയർ മെഹബൂബ്, അഫ്സൽ, സാദിഖ്, ഭജൻ ഗായകർ DS നായിക്, മുരളീധർ ഷേണായി, ഗാനമേളകളിലെ സജീവ സാന്നിധ്യമായ യഹിയ, അങ്ങനെ തൊഴിലാളികളും പ്രൊഫഷണലുകളുമായി കൊച്ചിയുടെ സംഗീത മഹായാത്രയിൽ ഇപ്പോഴും അണിനിരക്കുന്ന ഗായകർ അനവധി. എൻ്റെ ചെറുപ്പത്തിൽ മിക്കവാറും കല്യാണങ്ങളൊക്കെ രാത്രികളിലാണ്. രാത്രികളിൽ പെട്രോമാക്സും ഈ ഒരു 10-12 പെട്രോമാക്സ് അത് പിടിച്ചുകൊണ്ട് പോകാൻ ആളുകൾ അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുൻപിലായിട്ടൊരു 4, 5, 6 പേരുണ്ടാവും. आजा तारे हैं मेरी जख्म जिगर इनमें समा जा तू कौन सी बदली में मेरी चांद है आजा. കൊച്ചിൻ ആസാദ്. തൊഴിലും സംഗീതവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആസാദിനെ മുഹമ്മദ് റഫിയുടെ ശബ്ദവും ഭാവവും പകർന്നു കിട്ടിയിരിക്കുന്നു. റഫി ആരാധകരുടെ പ്രിയപ്പെട്ട ഗായകനാണ് ഇപ്പോൾ ആസാദ്. മുഹമ്മദ് റഫി സാഹിബിൻ്റെ ഒരു പാട്ട്, അതൊരു കവിതയാണ്. സത്യം പറഞ്ഞാൽ അത് വളരെ റെയറായിട്ടുള്ളൊരു പാട്ടാണ്. കഹീ ഏക് മാസൂം നാസുക് സി ലഡ്കി ബഹുത് ഖൂബ്സൂരത് मगर सावली सी बहुत खूबसूरत कभी नींद में मुस्कुराती तो होगी उसी नींद में कसम सा कर सराने से तकिए गिराती तो होगी. ഓട്ടോ ഡ്രൈവർ അൻവറും ചുമട്ടുതൊഴിലാളി റിജാദും ചേർന്ന് മട്ടാഞ്ചേരിയിലെ തട്ടിൻപുറങ്ങളിൽ ഗസലുകൾ നിറയ്ക്കുന്നു.
ജോലി ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഞാൻ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 15 വർഷത്തോളം. ഞാൻ വോക്കൽ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും പിന്നെ ഹാർമോണിയം പഠിച്ചിട്ടുണ്ട്. ഇതാ മെഹദി ഹസന്റെ വിഖ്യാതമായ ഒരു ഗസൽ. प्यार भरे दो शर्मीले नैन से मिला मेरे दिल को चैन, कोई जाने ना क्यों मुझसे शर्माए, ऐसे मुझे तड़पाए, प्यार भरे. സൈനുദ്ദീൻ മച്ചുവ തുഴഞ്ഞ് തഴമ്പിച്ച വിരലുകൾ കൊണ്ട് സൈനുദ്ദീൻ ശ്രുതിശുദ്ധമായി പുത്തൻ ഗായകരോടൊപ്പവും തൻ്റെ തബലവാദനം തുടരുന്നു. അന്ന് മച്ചോ തുഴയിലായിരുന്നു, പിന്നീട് അതിപ്പോൾ മാറി ഒരു 10-20 വർഷമായിട്ട് ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് ബോട്ട്. പൗർണമി സന്ധ്യതൻ പാലാഴി നീന്തി വരും വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ. പൗർണമി സന്ധ്യതൻ എന്തുകൊണ്ട് കൊച്ചി എന്നു പറയുന്ന ഒരു കൊച്ചു ദേശത്ത് ഇത്രയധികം സംഗീതജ്ഞർ ഉണ്ടായി? എന്തുകൊണ്ടാണ് കൊച്ചിക്കാർ സംഗീതത്തെ ഇത്രമാത്രം പ്രണയിക്കുന്നത്? കൊച്ചിയുടെ സാംസ്കാരിക വൈവിധ്യം കൊണ്ട് തന്നെയാണ്. കാരണം വളരെ പരിമിതമായ ഒരു സ്ഥലത്തിനുള്ളിൽ, മട്ടാഞ്ചേരിയുടെയും ഫോർട്ട് കൊച്ചിയുടെയും ഈ കുറഞ്ഞ സ്ഥലത്തിനുള്ളിൽ ഇത്രയധികം സാംസ്കാരികമായ വൈവിധ്യം ഉള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം വേറെ ഇല്ല. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ഓരോ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയുടെയും ഭാഷാ ന്യൂനപക്ഷത്തിൻ്റെയും സ്വന്തമായ സംഗീതം അവർക്കുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ 13 വ്യത്യസ്തമായ സമൂഹങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അത് അവരുടെ എല്ലാ തരത്തിലുള്ള അവരെ തിരിച്ചറിയുവാനുള്ള വ്യത്യസ്തമായ സൂചികകളെല്ലാം തന്നെ അവർ നിലനിർത്തിക്കൊണ്ടാണ് താമസിക്കുന്നത്. അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ, അവരുടെ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ള രീതികൾ, അവരുടെ ഭക്ഷണ രീതികൾ, അവരുടെ ഭാഷ, 8 തരത്തിലുള്ള ഭാഷ ഈ പ്രദേശത്ത് സംസാരിക്കുന്നത്. ഒരുപക്ഷെ അവരെല്ലാവരും മലയാളം സംസാരിക്കുമായിരിക്കും. ആ മലയാളം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഗുജറാത്തി ആണെന്നോ ആംഗ്ലോ ഇന്ത്യൻ ആണെന്നോ. അവർ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ ഭാഷ സംസാരിക്കുള്ളൂ. അപ്പോൾ ഈ വന്ന ആളുകൾ അവരുടെ മറ്റ് വ്യത്യസ്തമായ സാമൂഹ്യ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെയാണ് അവർ കൊണ്ടുവന്ന സംഗീതവും നിലനിൽക്കുന്നത് ഇവിടെ. ഗുജറാത്തികളുടെ വരവോടെയാണ് ഹിന്ദി സിനിമകളും ഗാനങ്ങളും കൊച്ചിക്കാർക്ക് പരിചിതമായതെന്ന് ജൂനിയർ മെഹബൂബ് പറയുന്നു. പണ്ട് കാലത്ത് എൻ്റെ ഓർമ്മയിൽ സ്റ്റാർ ടോക്കീസ് എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഉണ്ടായിരുന്നു കൊച്ചിയിൽ. അപ്പോൾ അവിടെ അന്നത്തെ ഹിന്ദി സിനിമകളെല്ലാം ആ കാലഘട്ടത്തിൽ റിലീസായിരുന്നത് ആ തിയേറ്ററിലാണ്. എറണാകുളത്തല്ല, കേരളത്തിലെ റിലീസ് സെൻ്ററായിരുന്നു സ്റ്റാർ ടോക്കീസ്. ഈ സ്റ്റാറിൻ്റെ മുറ്റത്ത് 5 മണി മുതൽ റെക്കോർഡ് വെക്കും, ഹിന്ദി പാട്ടുകൾ മാത്രമേ വെക്കുള്ളൂ. അപ്പോൾ അവിടെ ഒരു സമ്മേളനമാണ്. ഈ ഹിന്ദി പാട്ടുകൾ അങ്ങനെയാണ് നമ്മുടെ ചവിട്ടിലേക്ക് കയറുന്നതും താല്പര്യം പഠിക്കണം. ഋതുക്കളുടെയും രാപ്പകലുകളുടെയും രാഗങ്ങളെ വിസ്തരിക്കുന്ന 13-ാം നൂറ്റാണ്ടിലെ സംഗീതശാസ്ത്ര ഗ്രന്ഥമായ സംഗീത രത്നാകരത്തിൻ്റെ കാലത്താണ് ഇന്ത്യൻ സംഗീതം ഹിന്ദുസ്ഥാനിയെന്നും കർണാടകമെന്നും വേർപിരിയുന്നത് എന്ന് സംഗീത ചരിത്രകാരന്മാർ പറയുന്നു. സംഗീതത്തിൽ ദേശങ്ങളുടെയും സമൂഹത്തിൻ്റെയും ആത്മാവുണ്ട്. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മനുഷ്യബന്ധങ്ങളുടെ വൈകാരികത, ചുറ്റുമുള്ള പ്രകൃതിയുടെ താളം, ലയം എല്ലാം സംഗീതത്തിൽ നിന്ന് നമുക്ക് കേട്ടെടുക്കാം. നൂറ്റാണ്ടുകളിലൂടെ പരിണമിച്ചെത്തിയ ഒരു സംഗീത പാരമ്പര്യമാണ് കൊച്ചിയുടേത്. അറബികളും ചീനക്കാരും ജൂതരും ജൈനരുമെല്ലാം പല ഘട്ടങ്ങളിലായി ഇവിടേക്ക് വന്നു. ഒപ്പം അവരുടെ കലയും സംഗീതവും. ഇത് കൊച്ചിയിലെ ജൂത ദേവാലയം. ഹീബ്രു ഭാഷയിലെഴുതിയ ഈ ജൂതപ്പാട്ടുകൾ
കൊച്ചിയുടെ സംസ്കാരത്തിൻ്റെ ഭാഗം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഗുജറാത്തികളും ആംഗ്ലോ ഇന്ത്യൻസും വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങൾ, ഓരോ ഉപസമൂഹങ്ങളുടെ കലയും സംഗീതവും പരസ്പരം സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊച്ചിയുടെ തെരുവുകളിൽ സംഗീതവും സതിരുകളും വന്ന് നിറയുകയായിരുന്നു. അബ്ദുൾ മജീദ് പാടുന്നു. 25 വർഷമായി കലാരംഗത്തുണ്ട്. മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്ര അംഗമായ ഇദ്ദേഹം ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി പരിപാടികൾ അവതരിപ്പിച്ചു. പതിനാറാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷം ഇറ്റാലിയൻ മിഷണറിമാർ ക്രിസ്തുമത പ്രചരണത്തിനായി രൂപപ്പെടുത്തിയ കലാരൂപമാണ് ചവിട്ടുനാടകം. കൊച്ചിയുടെ സംഗീത ചരിത്രത്തെ നിർമ്മിച്ചെടുക്കുന്നതിൽ ഒരു മുഴുനീള സംഗീത നാടകമായ ചവിട്ടുനാടകവും ചെറുതല്ലാത്ത പങ്കുവഹിച്ചിട്ടുണ്ട്. കർണാടക സംഗീതത്തിൻ്റെ രാഗഭാവങ്ങളിൽ ചിട്ടപ്പെടുത്തിയ പാട്ടുകളിലൂടെയായിരുന്നു കഥ പറഞ്ഞിരുന്നത്. കൂടിയാട്ടത്തിൻ്റെ ചുവടുകളും യൂറോപ്യൻ ഒപ്പറയുടെ വേഷവിധാനങ്ങളും സംയോജിപ്പിച്ച ഒരു കലാരൂപമായിരുന്നു ഇത്. തീരദേശ രാവുകളിലെ പള്ളിപ്പെരുന്നാളുകളിൽ തട്ടുപൊളിപ്പനായി അത് ആടിത്തിമർത്തു. രണ്ടാം ലോക യുദ്ധകാലത്ത് കൊച്ചി രാജ്യത്ത് ഉണങ്ങിയ ധാന്യങ്ങളുടെ പ്രചരണത്തിനായി മ്യൂസിക്കൽ ബുള്ളക്കാർട്ടും മ്യൂസിക്കൽ ബോട്ടുകളും ഉപയോഗിച്ചതായി ചില ചരിത്രരേഖകളിൽ കാണുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ നിരവധി ഗുരുക്കന്മാർ കൊച്ചിയുടെ മണ്ണിലെത്തി. അവരിൽ പ്രമുഖൻ ഗുൽ മുഹമ്മദ് സാഹിബായിരുന്നു. ഗ്രാമഫോൺ കമ്പനി ഓഫ് ഇന്ത്യ ആദ്യമായി മലയാള പാട്ടുകൾ റെക്കോർഡ് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലായിരുന്നു. സംഗീത സംവിധായകനായ അസീസ് ബാവ ഗുൽ മുഹമ്മദ് സാഹിബിൻ്റെ മകൻ. കൊച്ചിയിൽ കച്ചിക്കാരായിട്ടൊരു പള്ളി ഉണ്ടാക്കി. ഇന്നും ആ പള്ളിയുണ്ട്, പഴയ പള്ളി എന്ന് പറയും, അന്ന് അനഫി പള്ളി എന്നറിയപ്പെടുന്ന. അവിടുത്തെ കാസിമാരായിട്ട് ബാവന്മാരെന്ന് പറയുന്ന എൻ്റെയൊക്കെ പിതാക്കന്മാരുടെയൊക്കെ പൂർവ്വന്മാരാണ്. ആ കാശിസ്ഥാനം അവരുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും തന്നെ പകർന്നു കൊടുക്കുകയാണ്. പാരമ്പര്യമായിട്ട് ബാവമാർ തന്നെ വേണം നിർബന്ധമാണ് ഇത് കച്ചിക്കാർക്ക്. അങ്ങനെയാണ് 14 വയസ്സുള്ള എൻ്റെ ബാപ്പ, അതായത് ഗുൽ മുഹമ്മദ് സാഹിബ് എന്ന് പറയപ്പെടുന്ന വിശ്വവിഖ്യാതനായ കലാകാരൻ, സംഗീതജ്ഞൻ, അദ്ദേഹയുടെ പള്ളിയിൽ ഖാലിയായിട്ട് ജോലി എടുക്കുന്നത്. ഈ 14 വയസ്സിൽ ജോലി എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ അവിടെ നിന്ന് ധാരാളം ഖുർആനിലും മതപരമായ കാര്യങ്ങളിലൊക്കെ വളരെയധികം പാണ്ഡിത്യം നേടുകയും ചെയ്തു.
അദ്ദേഹം അന്നത്തെ കാലത്ത് സുന്ദരാമ്പാൾ തുടങ്ങിയവർ അഭിനയിക്കുന്ന വലിയ നാടകങ്ങൾക്ക് മുന്നിലിരുന്നു കൊണ്ട് ഹാർമോണിയം വായിക്കുന്ന, അത് ചവിട്ടുപെട്ടി 2 വീണ്ടും വായിക്കുന്ന ഹാർമോണിയം വായിച്ചുകൊണ്ട് അന്ന് അതിനു വേണ്ടിയിട്ട് ഹാർമോണിയം വായിച്ച് പാടുകയും ചെയ്യുന്ന ഒരു ഭാഗവതരുടെ സ്ഥാനമായിരുന്നു ബാപ്പയ്ക്ക്. ബാപ്പ പഠിപ്പിച്ചിരുന്ന ഒരു ഖവാലിയുടെ 2 വരികൾ ഞാൻ ഇവിടെ ഓർക്കുകയാണ്. മൈ ആഖാ സമജ് ലൂം കെ മൗലാ സമജ് ലൂം ഹബീബെ ഖുദാ ഹോ കഹോ ക്യാ സമജ് ലൂം. മൈ ആഖാ സമജ് ലൂം കെ മൗലാ സമജ് ലൂം ഹബീബെ ഖുദാ ഹോ കഹോ ക്യാ സമജ് ലൂം. 1940കളിൽ കൊച്ചിയുടെ സംഗീത രാവുകൾക്ക് ലഹരി പകർന്ന ഹിന്ദുസ്ഥാനി ഗായകനാണ് മങ്കേഷ് റാവു ഗോൾവേക്കർ. അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്ന് തൻ്റെ വീട്ടിൽ താമസിപ്പിച്ച് കൊച്ചിയുടെ സംഗീത പ്രവർത്തനങ്ങൾക്ക് ഔന്നത്യം നൽകിയത് അബ്ദുൽ ഖാദർ വക്കീലെന്ന മഹാനായ കലാകാരനായിരുന്നു. അബ്ദുൽ ഖാദർ വക്കീലിൻ്റെ മകൻ ഷൗക്കത്ത് കാഴ്ചശക്തി ഏതാണ്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. പേരുകേട്ട അഭിഭാഷകനും സിനിമാ നിർമ്മാതാവുമൊക്കെയായിരുന്ന അബ്ദുൽ ഖാദറിൻ്റെ കുടുംബം ഇപ്പോൾ മട്ടാഞ്ചേരിയിലെ ഒരു വാടക വീട്ടിൽ കഴിയുന്നു. ആരോടും പരിഭവിക്കാതെ, ഇല്ലായ്മകൾ പരസ്പരം പങ്കുവെച്ച്. ചെറുതായിട്ടുള്ളൊരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, അന്ന് പ്രോഗ്രാം നടത്തുമ്പോൾ ഞങ്ങളോട് വന്നിട്ട് പ്രോഗ്രാം കേൾക്കാൻ പറയും. എൻ്റെ അടുത്തും അനിയൻ്റെ അടുത്തും ഞങ്ങളങ്ങനെ പ്രോഗ്രാം കേൾക്കും. അന്ന് പാടിയ പാട്ടൊന്നും എനിക്കത് ഓർമ്മയില്ല. ഉപ്പേനെ തബല വായിക്കണം. അന്ന് ഈ ഹാർമോണിയം വായിക്കുന്നത് ഒരു ആരിസ് ബായി എന്ന് പറയും, കോഴിക്കോടുള്ള അദ്ദേഹമാണ് വായിക്കുന്നത്. അങ്ങനെ ഒരു ചെറിയ ഓർമ്മ എനിക്കുണ്ട്. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞതും മറന്നു പോയോ. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും കറിച്ചട്ടി ചിരട്ടയാ മുരിങ്ങാപ്പൂം പറിച്ചിട്ട്, കറിച്ചട്ടി ചിരട്ടയാ മുരിങ്ങാപ്പൂം പറിച്ചിട്ട് കറി വെച്ച് കളിച്ചതും മറന്നു പോയോ. കറി വെച്ച് കളിച്ചതും മറന്നു പോയോ. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞതും മറന്നു പോയോ. ചെറുപ്പത്തിൽ നമ്മൾ മ്യൂസിക്കൽ മീറ്റ് എന്ന സംഘടന രൂപീകരിച്ച് ലോകപ്രശസ്തരായ സംഗീതജ്ഞരെ കൊണ്ടുവന്ന് കൊച്ചിക്കാരെ അമ്പരിപ്പിച്ചതും അബ്ദുൽ ഖാദർ വക്കീൽ തന്നെ. അബ്ദുൽ ഖാദർ വക്കീൽ മുൻകൈയെടുത്തിട്ടാണ് ആ മ്യൂസിക്കൽ മീറ്റ് സംഘടന ആരംഭിച്ചത്. അതിൻ്റെ കീഴിൽ രവിശങ്കർ, ബിസ്മില്ല ഖാൻ, പർവീൻ സുൽത്താന, ലക്ഷ്മി ശങ്കർ, ഇങ്ങനെ ഒരുപാട് ലോകപ്രസിദ്ധരായ മ്യൂസീഷ്യൻസിനെ കൊച്ചിയിൽ കൊണ്ടുവരാനും പരിപാടി നടത്താനും മുൻകൈയെടുത്ത ആളാണ് വക്കീൽ. സംഗീത നാടകങ്ങളുടെ ഒരു ധാരയും ഇവിടെ സജീവമായിരുന്നു. തമിഴ് സംഗീത നാടക പാരമ്പര്യത്തെ പിൻപറ്റി വളർന്നു വന്ന നമ്മുടെ ചരിത്ര പുരാണ നാടകങ്ങളിൽ സംഗീതം നിറഞ്ഞു നിന്നു. ശ്രീ യേശുദാസിൻ്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫ് അടക്കമുള്ള കലാകാരന്മാർ അരങ്ങുവാണിരുന്ന ഒരു കാലമായിരുന്നു അത്. നെൽസൺ ഫെർണാണ്ടസ് 1958 മുതൽ നാടകരചയിതാവ്, ഗാനരചയിതാവ്, സംവിധായകൻ ഒക്കെയായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിന് കേരള സർക്കാരിൻ്റെ നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. കർണാടക സംഗീതം കൊച്ചിയിൽ ഇത്രയേറെ പ്രചരിക്കാനായിട്ടുള്ള കാരണം ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള മേജർ നാടക സെറ്റുകളായിരുന്നു. ഇപ്പോൾ കിട്ടപ്പ ഭാഗവതർ, MS സുബ്ബലക്ഷ്മിയൊക്കെ ഇവിടെ വന്നിട്ട് നാടകം കളിക്കുമായിരുന്നു. അപ്പോൾ അന്ന് നാടകത്തിൽ സംഭാഷണമില്ല,
എല്ലാ സംഗീതമാണ്. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും കർണാടക സംഗീതത്തിന് ഇവിടെ പ്രചാരം കിട്ടാനായിട്ടുള്ള കാരണം, നാടകമായിരുന്ന കാരണം. ജോൺ പെയിൻ്റർ. മലയാള നാടകവേദി ഏറെ സമ്പന്നമായിരുന്ന 70കളിൽ പിന്നണിയിൽ വയലിനിസ്റ്റായി കലാപ്രവർത്തനം തുടങ്ങിയ ജോൺ പിന്നീട് നാടകഗാനങ്ങൾ കാസറ്റുകളായി മാറിയപ്പോൾ തൊഴിൽ രഹിതനുമായി. കുടുംബം പുലർത്താൻ ഫോർട്ട് കൊച്ചി അമരാവതിയിൽ തേപ്പുകട നടത്തുന്ന ജോൺ വല്ലപ്പോഴും വയലിൻ കച്ചേരിക്കും പോകാറുണ്ട്. ഞാൻ ഈ കലാരംഗത്ത് വന്നിട്ട് 42 വർഷത്തോളമായി. പ്രൊഫഷണൽ നാടകങ്ങളിലൊക്കെ ഞാൻ സഹകരിച്ചിട്ട് അതിനുശേഷം തിരിച്ച് ഞാൻ നാടകമൊക്കെ കാസറ്റായി പോയതിന് ശേഷം പിന്നെ എനിക്ക് ജോലിയില്ലാണ്ടായി. പിന്നെ വീണ്ടും ഞാൻ ഇതേപോലെയുള്ള അമേച്ചർ നാടകത്തിൻ്റെ കൂടെയൊക്കെ പോയി. അമേച്ചർ നാടകത്തിൻ്റെ പിന്നിൽ വായിക്കാനൊക്കെ പോയി. പ്രത്യേകിച്ച് ആങ്ങളൊക്കെ അനുഭവിച്ചു. എന്നെ ചേട്ടന്മാരൊക്കെ കൊണ്ടുപോയിട്ട് ജോലിക്ക് വേണ്ടി പലയിടത്തും കൊണ്ട് വർക്ക് ഷോപ്പിലൊക്കെ ആക്കിയാണ്, പണി പഠിക്കാൻ. പക്ഷേ ചെറുപ്പം മുതലേ എനിക്ക് സംഗീതത്തിനോട് ഭയങ്കര ഒരു ഇതായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോയി. പക്ഷേ നമുക്കൊരു ഒരിടത്തും എത്തുമ്പിടിയില്ലാണ്ടായിപ്പോയി. 300 വർഷം പഴക്കമുള്ള ജർമ്മൻ വയലിൻ്റെ തന്ത്രികളിൽ ശിവരഞ്ജിനി രാഗത്തിനായി വിരലുകൾ അമർന്നപ്പോൾ പെട്ടെന്ന് കണ്ണുകൾ നിറഞ്ഞു. അറിയാതെ ഒന്ന് വിതുമ്പി. കൊച്ചിക്കാർക്ക് ഒറ്റ ഭായിയേ ഉള്ളൂ, എച്ച് മെഹബൂബ്. ഒരവധൂതനെപ്പോലെ ബൊഹീമിയനായി സിനിമാ പാട്ടുകാരൻ്റെ ആടയാഭരണങ്ങളില്ലാതെ കൊച്ചി തെരുവുകളിലൂടെ അലഞ്ഞു നടന്ന ഗായകൻ മെഹബൂബ് ഹൃദയം കൊണ്ട് പാടി. ഒരു ദേശം മുഴുവൻ അത് ഏറ്റുപാടി. കായലിനരികെ കൊടികൾ പറത്തി കുതിച്ച് പൊങ്ങിയ കമ്പനികൾ. കായലിനരികെ എന്ന പാട്ട് മെഹബൂബ് പാടി നടന്നിരുന്നത് ഇങ്ങനെയെന്ന് കിഷോർ. കനത്ത് നിൽക്കും കമ്പനികൾ കായലിനരികെ, ഈ കായലിനരികെ. P.H. Leslie, Aspinwall, Volca, Touch and See, Bombay Company, Madura Company, A.V. Thomas Company. കൊച്ചിയിലെന്നും കപ്പലടുക്കണ്, ചരക്കിറക്കണ്, ചരക്ക് കയറ്റണ്. നമ്മുടെ റബ്ബറും കയറും തേയില കുരുമുളകേലം കേറ്റിയയക്കണ്. നമ്മുടെ നാടിന് കരള് തുടിക്കണ്, വയറ് വിശക്കണ്. നോ വേക്കൻസി. 6-ാം വയസ്സിൽ ഗാനമേള വേദിയിലേക്ക് മെഹബൂബ് ബായി കൈപിടിച്ച് കയറ്റിയ ജൂനിയർ മെഹബൂബ് പാടുന്നു. ബായിയുടെ സ്വകാര്യ ഗാനശേഖരങ്ങളിലൊന്ന്. ഞാനാണ് നാട് വാഴി, നാട്ടാരെ കണ്ണിൽ പൂഴി, നിറയ്ക്കുന്നതെന്തിനായി നാശം വരും ചങ്ങായി. നടത്തത്തിലെന്തു ജോറ്, പഠിത്തത്തിലോ ഫക്കീറ്, കിടത്തത്തിനില്ലതാറ്, കിബറാണെങ്കിൽ കതീറ്. നാവിൻ തലയ്ക്ക് കെട്ട്, അല്ലെങ്കിൽ തേൻ പുരട്ട്, ഇതിനാൽ വരും ഹലാക്ക്, ഇനിയൊന്നു വിൻവലിക്ക്. അത് മ്യൂസിക്കൽ ക്ലബ്ബുകളുടെ കൂടി കാലമായിരുന്നു. 4 ആൾ കൂടുന്നിടത്തൊക്കെ ക്ലബ്ബുകളും മെഹഫിലുകളും. ആ കാലത്ത് കുന്നമ്പുറം ഫോർട്ട് വെച്ച് കുന്നമ്പുറം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു പ്രേംസാർ എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ടായിരുന്നു. അവിടെ പലരും വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും കേട്ട് പാട്ടിൻ്റെ ശബ്ദങ്ങളുണ്ടാവും. അപ്പോൾ അന്ന് അവിടെ തബല വായിച്ചത് ആ കാലത്ത് എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ അമ്മാട്ടി ഉസ്താദ് എന്ന് പറഞ്ഞൊരാൾ, അദ്ദേഹം വായിക്കുന്നത് കേൾക്കാം. ആ കൂട്ടത്തിൽ തങ്കപ്പൻ എന്ന് പറഞ്ഞൊരു തബലിസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പലരും ചെറുതായി ഭാഗത്തുനിന്ന് കുറേ അധികം ആൾക്കാരുണ്ട്. എന്തായാലും ഒരു സംഗീതത്തിൻ്റെ ഒരു ഒച്ചപ്പാട് സന്ധ്യയിലുണ്ടാകും അവിടെ. കൊച്ചിയുടെ സംഗീത ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച് മലയാള സിനിമാ സംഗീതത്തെ കസ്തൂരി മണപ്പിച്ച അർജുനൻ മാസ്റ്റർ.
അതുകൂടാതെ തന്നെ പല ക്ലബ്ബുകളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പീപ്പിൾസ് ലീഗ്, സ്പോർട്സ് ആൻഡ് ആർട്സ്, PSKs കരിപ്പാലത്തുള്ള, അങ്ങനെ ഒരുപാട് കൊച്ചു കൊച്ചു സംഘടനകൾ, ക്ലബ്ബുകൾ, സംഘടനകൾ. ഇവിടെ എല്ലാം എപ്പോൾ നോക്കിയാലും ആരെങ്കിലുമൊക്കെ ആയിട്ട് പാട്ടും ഒച്ചപ്പാടും എപ്പോഴും ഉണ്ട്. തബല വായന, ഹാർമോണിയം വായന, അങ്ങനെ കേൾക്കാം. അങ്ങനെ കേട്ടാണ് നമ്മൾ വന്നത്. റഹീം മ്യൂസിക് ക്ലബ്ബ്, ഇക്ബാൽ മ്യൂസിക് ക്ലബ്ബ്, പ്രേമസാഗർ കലാമന്ദിർ, അങ്ങനെ സംഗീത കൂട്ടായ്മകൾ നിരവധി. കല്യാണരാവുകൾ, കടപ്പുറങ്ങൾ, ബോട്ട് ജെട്ടികൾ, നാട്ടിൻപുറങ്ങൾ, എവിടെയും പാട്ടിൻ്റെ കടലിരമ്പം. ദുഃഖം നീക്കണേ, മക്കം കാട്ടണേ, കൊനെ ദൂതർ റൗള കണ്ട് മൂത്താക്കണേ. ഇത് കല്യാണ വീടുകളിലെ മാപ്പിളപ്പാട്ടുകാരനും കെസ് പാട്ടുകാരനുമായിരുന്ന ബിസ്മില്ല അബു. സൈക്കിൾ റിക്ഷ തൊഴിലാളിയായിരുന്ന അബു 17 വയസ്സ് മുതൽ പാടിത്തുടങ്ങി. അറബി മക്കാമ ദീനിലാവേ ഹക്കുടയോനെ ഈനനയന്നെ. അറബി മക്കാമ ദീനിലാവേ മദീന നിലാവേ. മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്രയുടെ രൂപീകരണത്തെക്കുറിച്ച് അതിൻ്റെ സെക്രട്ടറിയായ ഹുസൈൻ. റേഡിയൻസ് ആർട്സ് ഗ്രൂപ്പിൻ്റെ കീഴിലാണ് ഫസ്റ്റ് രാഗ് എന്ന് പറഞ്ഞിട്ട് ഈ കലാസംഘടന രൂപം കൊണ്ടത്. അപ്പോൾ അന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് ഒരു ഗാനമേള സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഗസൽസിനും ഓൾഡ് ഹിന്ദി ഹിറ്റ്സിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ചേഞ്ച്, ഗാനമേളയല്ല, അങ്ങനെ ഒരു ചേഞ്ച് പ്രോഗ്രാം അത് ശരിക്കും ജനങ്ങൾ നെഞ്ചിലേറ്റി എന്നുള്ളതാണ് സത്യം. മൂവായുടെ ഒരു ഓർമ്മകൾക്കായിട്ട് ഒന്നുമില്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ആലോചിച്ചിട്ട്, പിന്നെ സുഹൃത്തുക്കളെല്ലാം കൂടി ആലോചിച്ചിട്ട് നമുക്ക് ബായുടെ പേരിൽ ഡെഡിക്കേറ്റ് ചെയ്യാം, ബായുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണ് മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്ര എന്നുള്ള ആശയം വരുന്നത്. അത് മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്ര ആണ്. അത് എനിക്ക് 1985 മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്ര കൂടാതെ ഇക്ബാൽ സ്മാരക അക്കാദമിയും TM മുഹമ്മദ് ഫൗണ്ടേഷനും സംഗീത പ്രവർത്തനങ്ങൾക്ക് കൂട്ടായി ഇപ്പോഴും കൊച്ചിയിലുണ്ട്. ഇതേ കാലത്തു തന്നെ കൊച്ചിയുടെ സംഗീത തിരയിളക്കത്തിനിടയിൽ ഒരു ഗായകൻ പിറവി കൊള്ളുന്നുണ്ടായിരുന്നു. ഫോർട്ട് കൊച്ചിയിലെ അധികാരി വളപ്പിൽ നിന്നും തൃപ്പൂണിത്തുറ സംഗീത കോളേജ് വരെ പല ദിവസങ്ങളിലും നടന്നുപോയി പാട്ടുപഠിച്ച കലാകാരൻ അഗസ്റ്റിൻ ജോസഫ് ഭാഗവതരുടെ മകൻ KJ യേശുദാസ്. മലയാള സിനിമാ സംഗീതത്തിൻ്റെ നെറുകയിലേക്ക് യേശുദാസ് വളർന്നു വന്നത് കൊച്ചിയിൽ നിന്നാണ്. ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമിൻ. ആലാപന സൗഭഗം കൊണ്ട് ഇന്ത്യൻ സിനിമാ സംഗീതത്തിൻ്റെ അത്യുന്നത പദവിയിൽ എത്തി നിൽക്കുന്നു അദ്ദേഹം ഇന്ന്. ഹൃദയത്തിൽ സൂക്ഷിക്കാം. ജന്മനാടിന് സ്നേഹാദരങ്ങളുമായി എല്ലാ മാർച്ച് മാസവും അധികാരി വളപ്പിലെ കപ്പേളയിൽ അദ്ദേഹം സംഗീതാർച്ചന നടത്തിവരുന്നു. ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ. കൊച്ചിയുടെ സംഗീത കാരണവരായ പാപ്പുക്കുട്ടി ഭാഗവതർ 100 വയസ്സ് പിന്നിട്ടിട്ടും കുട്ടികളെ സംഗീതം പഠിപ്പിച്ചും ചലച്ചിത്രങ്ങളിൽ പാടിയും നമ്മെ അമ്പരപ്പിക്കുന്ന കലാകാരൻ. കൊച്ചി ദേശത്ത് യേശുദാസിൻ്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫ് ഭാഗവതരും ഞാനുമായിട്ട് എൻ്റെ ആത്മസുഹൃത്താണ് പുള്ളി. അപ്പോൾ ഞങ്ങൾ കൂടുതൽ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കൊച്ചി രാജ്യത്ത് ഈ വടക്കമാസം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയായിട്ട്, അതായത് യേശുക്രിസ്തുവിനെ പറ്റി, വേദി മാതാവിനെ പറ്റി, ഔസേപ്പിതാവിനെ പറ്റി ഘോഷിക്കും. ലാസ്റ്റ് ദിവസം അന്നൊരു ഭക്തി ഗാനമേള വടക്കൊഴിച്ചിട്ടുണ്ട്.
അപ്പോൾ അവിടെ ഈ പരിപാടി നടക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നമുക്ക് അതിന് ഭാവിൽ പങ്കെടുക്കണം. അങ്ങനെ അവിടെ ചെന്ന് ആ പരിപാടിയിൽ ഞങ്ങൾ ഈ ഭക്തിഗാനമേള പങ്കെടുത്തത്. അങ്ങനെയാണ് അഗസ്റ്റിൻ ജോസഫ് ഞാനായിട്ട് പരിചയപ്പെടുന്നത്. യേശുവിൻ നാമം പാടി ഭാഗവതർ വണക്കമാസത്തിൽ ശ്രീ യേശുദാസിനൊപ്പം പാടുന്ന പാട്ട്. ദിനവും വാഴ്ത്തിപ്പാടുന്നു ദേവ യേശുവിൻ നാമം പാടി യേശുവിൻ നാമം പാടി. ഇപ്പോഴും കല്യാണ വീടുകളിലും കോളനികളുടെ ഇരുട്ടകങ്ങളിലും മുഴങ്ങിക്കേൾക്കുന്നത് പഴയ ഗാനങ്ങൾ മാത്രം. യഹിയ കൊച്ചിയുടെ യുവഗായകരിൽ ശ്രദ്ധേയനാണ്. സംഗീതം ശാസ്ത്രീയമായി അഭ്യസിച്ച യഹിയ കേരളത്തിലും ഗൾഫ് നാടുകളിലും പരിപാടികൾ അവതരിപ്പിക്കുന്നു. പുതുതലമുറ ഗായകർക്കും പ്രിയങ്കരം ഹിന്ദുസ്ഥാനിയും ഗസലുകളും പഴയ സിനിമാ ഗാനങ്ങളും തന്നെ. ഒരു മഹാസിംഫണിയുടെ മാജിക്കുമായി മട്ടാഞ്ചേരി രാത്രിയിലും ഉണർന്നു കിടക്കുന്നു. കർണാടക സംഗീതത്തിൻ്റെ ധാരയും കൊച്ചിയിൽ സജീവം തന്നെ. 83-കാരനായ NP രാമസ്വാമി പാലസ് റോഡിലെ അഗ്രഹാരത്തിലിരുന്നു ഇപ്പോഴും ശിഷ്യർക്ക് സംഗീതം പകർന്നു നൽകുന്നു. ഞാൻ 4 വയസ്സിൽ മുതൽ സംഗീതം പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ജോലി ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. ആ സമയത്തും കൂടി ഞാൻ സംഗീതം വിടാണ്ട് പ്രൊമോഷനൊക്കെ വേണ്ട വെച്ച് സംഗീതത്തിന് വേണ്ടി മാത്രം അങ്ങനെ കൂടുതൽ സമയം ചെലവഴിച്ച് അങ്ങനെ എത്തിയതാണ്. നീല രാമസ്വാമി മാസ്റ്ററുടെ ശിഷ്യയും തൃശൂർ ആകാശവാണി നിലയത്തിൽ ബി ഹൈ ആർട്ടിസ്റ്റുമായ ബിന്ദു ജയപ്രകാശ് കർണാടക സംഗീതത്തിൻ്റെ ആദ്യപാഠങ്ങൾ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുന്നു. പാലസ് റോഡിനടുത്തുള്ള വിഡോബ ക്ഷേത്രമാണിത്. ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടേതായ ഈ പ്രാർത്ഥനാലയം അതിൻ്റെ മതേതര സ്വഭാവം കൊണ്ട് പ്രസിദ്ധമാകുന്നു. ശുദ്ധിയോടെ ഭക്തിയോടെ എല്ലാ മതസ്ഥരെയും സംഗീതാർച്ചന നടത്താൻ ഇവിടെ അനുവദിക്കുന്നു.
ഭീംസെൻ ജോഷി, പങ്കജ് മല്ലിക് തുടങ്ങിയ സംഗീത പ്രതിഭകൾ ഇവിടെ വരികയും ഏറെ നാൾ താമസിച്ച് പാട്ടുകച്ചേരി നടത്തുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചിയുടെ സാംസ്കാരിക പൈതൃകം രൂപപ്പെടുത്തുന്നതിൽ പ്രമുഖമായ പങ്ക് ഗുജറാത്തി സമൂഹത്തിനുണ്ട്. അപ്പോൾ ഈ ഗുജറാത്തീസ് കൊച്ചി വന്നത് മെയിനായിട്ട് ട്രേഡേഴ്സായിട്ടാണ് വന്നത്. കുറേ ഫാമിലീസ് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്ത് മെയിനായിട്ട് സ്പൈസസ് ബിസിനസ്സായിരുന്നു മെയിൻ ബിസിനസ്. പിന്നെ ഈ അരി ഉണ്ടായിരുന്നു, ഓയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ പഴയ ട്രഡീഷണൽ ഫാമിലീസൊക്കെ നോർത്തിൽ നിന്ന് വന്നാണ്. ഗുജറാത്തി പൊതുവെ പറഞ്ഞാൽ ഒരു മ്യൂസിക് ലവേഴ്സാണ്. ഞങ്ങൾ ഇന്ന് കൊച്ചിയിൽ ഇവിടെ ഉണ്ടെങ്കിലും കേരളത്തിലുണ്ടെങ്കിലും ഗുജറാത്തിൽ എന്തൊക്കെ ഞങ്ങളെ പരിപാടിയുണ്ട് അത് എല്ലാം ഞങ്ങളിവിടെ നടത്താറുണ്ട്. പരമ്പരാഗതമായ ഭജൻസ് ആലപിച്ച് ഗുജറാത്തികൾ നവരാത്രി ആഘോഷിക്കുന്നു. ആംഗ്ലോ ഇന്ത്യൻസും അവരുടെ സംഗീതവും ഈ ദേശ സംസ്കാരത്തോടൊപ്പം ലയിച്ച് ചേർന്ന് നിൽക്കുന്നു. പാട്ടുകാർ മാത്രമല്ല കൊച്ചിയുടെ സമ്പത്ത്. പാട്ടുകൾ ശാസ്ത്രീയമായി ആസ്വദിക്കുന്നവർ കൂടിയാണ്. സംഗീതം ഒരു ഭ്രാന്തുപോലെ കൊണ്ടു നടക്കുന്നവർ. പഴയ പാട്ടുകളുടെ അപൂർവ ശേഖരങ്ങൾ നിധി പോലെ സൂക്ഷിക്കുന്നവർ. കൊച്ചിയുടെ ഓരോ മൂലയിലും ഇത്തരക്കാർ ധാരാളമായുണ്ട്. അവരിൽ ഒരാളാണ് നാട്ടുകാർ ഓൾഡ് എന്ന് വിളിക്കുന്ന നവാസ്. പാട്ടുകൾ ശേഖരിക്കുന്നതും വിഖ്യാത സംഗീതജ്ഞരോടും ഗായകരോടും ഒപ്പം നിന്ന് ചിത്രങ്ങളെടുക്കുന്നതും ജീവിത ലക്ഷ്യമായി കൊണ്ടു നടക്കുന്നു നവാസ്. സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും യാമം മദാലസയാമം. സിരകളിൽ സംഗീതമൊഴുകുന്ന ജനവിഭാഗങ്ങളുടെ ഒരു ബഹുസ്വര സമൂഹമാണ് കൊച്ചി. സംഗീതം പോലെ തന്നെ തങ്ങളുടെ മതത്തെയും തീവ്രമായി സ്നേഹിക്കുന്നവരാണ് കൊച്ചിക്കാർ. പക്ഷേ അത് സൗഹാർദ്ദത്തിൻ്റെ വേലിക്കെട്ടുകൾ തകർത്ത് മതാന്ധതയിലേക്ക് ചുവടുവെച്ചില്ല. ഒരിക്കൽ കൊച്ചിക്ക് കാലിടറി. ബാബറി മസ്ജിദിൻ്റെ തീക്കാറ്റ് കൊച്ചിയുടെ മുകളിലും വീശിയടിച്ചു. വർഗീയ കലാപങ്ങളിലേക്ക് മട്ടാഞ്ചേരി വഴുതി വീണു. കലാപഭൂമിയിൽ കലാകാരന്മാർ ഒത്തുചേർന്നു. സൗഹാർദ്ദത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, പ്രാർത്ഥനകൾ. ഇസ്ക്ര എന്ന സംഘടനയാണ് വർഗീയ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നത്. ഇസ്ക്രയുടെ അന്നത്തെ സെക്രട്ടറി ഹമീദ്. ബാബറി മസ്ജിദ് പൊളിക്കുക എന്ന ഉദ്ദേശത്തോടുള്ള മാർച്ച് സംഘടിപ്പിക്കുന്നതായി ഞങ്ങൾ മനസ്സിലാക്കിയത്. ആ ദിവസം തന്നെ ഈ കാര്യം ഗാനഗന്ധർവ്വൻ യേശുദാസുമായി ഞങ്ങൾ ചർച്ച ചെയ്യുകയും അന്നത്തെ ദിവസം ഒരു ഉപവാസം സംഘടിപ്പിക്കണമെന്നുള്ള ഞങ്ങളുടെ അഭ്യർത്ഥന അദ്ദേഹം ശിരസ വഹിക്കുകയും അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിയുന്ന സിനിമാ രംഗത്തുള്ള ആളുകളെയും സംഗീത രംഗത്തുള്ള ആളുകളെയും അണിനിരത്തിയിട്ടാണ് ഉപവാസം തുടങ്ങിയത്. രാവിലെ 5 മണിക്ക് വെളിയിൽ നിന്ന് നമ്മൾ ജാതിയായി
3 മതസ്ഥരുടെ പ്രാർത്ഥനാലയങ്ങൾ സന്ദർശിച്ചിട്ട് പിന്നെ കോക്കേഴ്സ് ജംഗ്ഷനിൽ വരികയായിരുന്നു. കോക്കേഴ്സ് ജംഗ്ഷനിൽ വന്ന് എല്ലാവരും എഴുന്നേറ്റ് ഇന്ന് പ്രാർത്ഥന ഗീതം ചൊല്ലിക്കൊണ്ടാണ് ഉപവാസം ആരംഭിച്ചത്. സംഗീതത്തിൻ്റെ ലഹരിക്ക് മതവംശവൈരത്തിൻ്റെ ലഹരികളെ നിഷ്പ്രഭമാക്കാൻ കഴിയുമെന്ന് കൊച്ചി തെളിയിച്ചു. സംഗീതത്തിൻ്റെ പുറം കേൾവിയിൽ മതമുണ്ട്. എന്നാൽ ഉള്ളിലേക്ക് കടക്കുന്തോറും അവ മതങ്ങളുടെ ഈ സ്ഥൂല ശരീരത്തെ ഉരിഞ്ഞുകളയുന്നു. ഏതൊരു മനുഷ്യാത്മാവിൻ്റെയും വിഹ്വലതകളും പ്രണയങ്ങളുമായി അത് മതങ്ങളെയും ഭാഷകളെയും കടന്ന് സാർവമാനവികതയുടെ ആകാശങ്ങളിലൂടെ പറക്കുന്നു. വ്യാപാര കേന്ദ്രം എന്ന പദവി മട്ടാഞ്ചേരിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. വ്യാപാരം കൊച്ചിയെ കൈവിട്ടെങ്കിലും സംഗീതത്തെ കൊച്ചിക്കാർ കൈവിട്ടില്ല. പഴയ പ്രതാപത്തോടെ അല്ലെങ്കിലും ഇപ്പോഴുമുണ്ട് സംഗീത കൂട്ടായ്മകൾ. കൊട്ടാരമൊക്കെ ആഴക്കു ചാമ്പലായി തീർന്നു. കരളിൻ്റെ കോവിലിൽ പൊൻകതിർ വീശിയ കനകവിളക്ക് ഒലിഞ്ഞു. കനകവിളക്ക് ഒലിഞ്ഞു. തേടുന്നതാരെ ശൂന്യതയിൽ ഈരൻമിഴികളെ നിങ്ങൾ തേടുന്നതാരെ തേടുന്നതാരെ തേടുന്നതാരെ. ഹിന്ദുസ്ഥാനി സംഗീതം പഠിപ്പിക്കാൻ പുതിയ സംഗീതജ്ഞർ വരുന്നു. ഇത് വിജയ് സുർസേൻ, പൂനെയിൽ നിന്നും കൊച്ചിയെ പാട്ടുപഠിപ്പിക്കാനെത്തിയ ഗായകൻ. ഇദ്ദേഹം പഠനത്തിൻ്റെയും അധ്യാപനത്തിൻ്റെയും 25 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. മനസ്സിനെ സാന്ത്വനപ്പെടുത്തുന്ന ഒരു പരമശക്തിയാണ് സംഗീതം. ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള ഭാവം പുറത്തു വന്ന് മറ്റുള്ളവർക്ക് ആ ഭാവം നൽകുന്നതാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഗീതത്തിൽ ഒരു വ്യത്യാസമില്ല. അത് അവതരിപ്പിക്കുന്ന രീതി മാത്രമാണ് വ്യത്യാസമുള്ളത്. കൊച്ചിയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ സ്ഥലത്തു നിന്നും ഹിന്ദുസ്ഥാനി സംഗീതജ്ഞന്മാർ ഇവിടെ വന്ന് നിന്നു. അവരുടെ സംഗീതത്തെ പ്രചരിപ്പിച്ചു. പുതിയ തലമുറ വന്നപ്പോഴത്തേക്ക് മറ്റ് സംഗീതത്തിലോട്ട് അങ്ങോട്ട് പോയെങ്കിൽ തന്നെയും ഹിന്ദുസ്ഥാനി സംഗീതം ആസ്വദിക്കുകയും അതിനെ നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു ജനവിഭാഗം തന്നെ നമ്മുടെ കൊച്ചിയിലുണ്ട്. തുരുത്തിയിലും ചെറളായിയിലും മെഹദി ഹസനും ഗുലാമലിയും ജഗജിത് സിംഗും പങ്കജുദാസും പാടുകയാണ്. കൊച്ചിയെ പാട്ടുപഠിപ്പിക്കാൻ പുതിയ പുതിയ ഗുരുക്കന്മാർ വരുന്നു. ഖവാലികളും ഗസലുകളുമായി കൊച്ചി ഇപ്പോഴും പാടിക്കൊണ്ടേയിരിക്കുന്നു. घुमंडा खाना दावे घुमंडा 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 खाना